അവൾ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗർകോവിലിൽ എത്തിയിട്ടുണ്ട്. റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. അല്പം മുമ്പ് നമ്മൾ അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ആ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. NDA ക്യാമ്പിന് എന്തായാലും വലിയ ആവേശം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നതിൽ സംശയമില്ല. ഈ മണ്ഡല പുനർനിർണയം അടക്കം ഒരുപാട് വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. തമിഴ്നാട്ടിലേക്ക് ഒരു എൻട്രി BJPക്ക് വളരെ അനിവാര്യമായ ഒരു ഘട്ടം കൂടിയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അതിൽ തമിഴ്നാട്ടിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ ആ നിലയിൽ ഒരു ഇടപെടൽ നടത്താനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവർ AIADMK സഖ്യത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്തടക്കം നമ്മളത് കണ്ടതാണ്. എന്തായാലും മോദി ഇപ്പോൾ ഒപ്പം ചുറ്റും കൂടിയിരിക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ റോഡ് ഷോയുമായി മുന്നോട്ട് പോകുന്നത്. നാഗർകോവിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. നേരത്തെ TVK അധ്യക്ഷൻ വിജയ് അടക്കമുള്ള ആളുകൾ കന്യാകുമാരി ജില്ലയിലെത്തിയിരുന്നു. അവിടെ ആരാധകരെ, പാർട്ടി പ്രവർത്തകരെയൊക്കെ ഇളക്കി മറിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നാഗർകോവിലിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് നാഗർകോവിലേക്ക് എത്തിയത്. എന്തായാലും വലിയ ഒരാൾക്കൂട്ടം BJP പ്രവർത്തകർ, AIADMK പ്രവർത്തകരെല്ലാം മോദിയെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ള. അതിനിടയിൽ കാടടച്ചുള്ള ഒരു പ്രചാരണം നടത്തുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. ഈ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷഫീദ്, പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയിലേക്ക് തന്നെയാണ് ക്യാമ്പ് കടന്നിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ആ നിലയിൽ ആളുകളെ കാണുകയും ചെയ്യാം. ഇപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ടല്ലേ, എന്താണ് അവിടുത്തെ വിവരങ്ങൾ? അസ്ദാദ, ഈ റോഡ് ഷോ ആരംഭിച്ച് ഏതാണ്ട് പകുതി ഭാഗം ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹമാണ് ഇപ്പോൾ നാഗർകോവിൽ ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം 30 മുതൽ 33% വരെയാണ് AIADMK സഖ്യത്തിന് അല്ലെങ്കിൽ NDA സഖ്യത്തിന് തമിഴ്നാട്ടിൽ അവർ വോട്ട് വിഹിതമായി പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ TVK ഫാക്ടർ അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എങ്ങനെ ആളുകൾ BJPയോട് പ്രതികരിക്കും, അതല്ലെങ്കിൽ ഇതൊക്കെയുള്ള ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ നിര ഇതുമായി ബന്ധപ്പെട്ട റോഡ് ഷോയ്ക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ എത്തിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം AIADMKക്ക് 66 സീറ്റുകളാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. സ്വാഭാവികമായും ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കൂടുതൽ ശക്തി കാട്ടുക, പ്രത്യേകിച്ച് ഈ മണ്ഡല പുനർനിർണയ വിഷയമടക്കം വിവാദമടക്കം ഈ രീതിയിൽ കിടക്കുമ്പോൾ തമിഴരുടെ പ്രാദേശിക വിഷയം എന്ന രീതിയിൽ അത് ഉയർത്താൻ DMK ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാലിന്റെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. കൂടാതെ TVKയും ആ വിഷയം ഏറ്റെടുത്തൊരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുക BJPയെ സംബന്ധിച്ച് എളുപ്പമല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗത്തിന് ഇന്നലത്തെ MK സ്റ്റാലിന്റെ പ്രതികരണത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗം പ്രധാനമന്ത്രി നടത്തില്ല. കാരണം ഒരു റോഡ് ഷോ മാത്രമാണ് ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണമൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമില്ല. മാത്രമല്ല ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുക അത് ഈ ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ വടശ്ശേരി മുതൽ എന്തായാലും ഈ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.